വെറുതെ അല്ല. ആ അമ്മ ചായ കുടിക്കേ. എങ്ങോട്ടായി തളയം കൂട്ടിട്ട്? സ്റ്റേഷനിൽ ആളുകൾ വരുന്ന എന്തിനാ? പരാതി ബോധിപ്പിക്കാനല്ലേ? അതിനുവേണ്ടി തന്നെയാ അമ്മ വന്നത്. അമ്മ വരൂ. ദേ അവരെങ്ങോട്ടും വരുന്നില്ല. ദേ തള്ളേ, എന്നെ വെറുപ്പിച്ചിട്ട് നിനക്ക് ഈ നാട്ടിൽ കഴിയാന്ന് വല്ല തോന്നലുണ്ടോ? വല്ല കേസിലും പിടിച്ചതിന് അകത്തിടും. ഈ ഭീഷണിപ്പെടുത്തലൊന്നും ഇവിടെ വേണ്ട സാറേ. മര്യാദയ്ക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും വരണ്ട. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു ഗുണ്ടയുടെ ഭാര്യ, അത് നീ മറക്കണ്ട. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. സാറ് പോയി സാറിന്റെ പണി നോക്ക്. ഓ, അപ്പൊ എന്റെ പണി എന്താണെന്ന് താൻ എന്നെ പഠിപ്പിക്കും. അത് സൗകര്യമായല്ലോ. എന്താ മഞ്ജു പ്രശ്നം? ഈ അമ്മയുടെ അടുത്തുനിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരാന്നും പറഞ്ഞ് ഫ്രാൻസിസ് സാറ് കാശ് വാങ്ങി. എന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തോ? അതുമില്ല. ആ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ അമ്മയുടെ ജോലി പോയി. കൈക്കൂലിയായിട്ട് കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചപ്പോ ഈ ഫ്രാൻസിസ് സാറ് ഇവരെ ഓടിച്ചു വിട്ടു. സ്റ്റേഷനിൽ വന്ന് സാറിനോട് പരാതി പറയാൻ പോലും ഫ്രാൻസിസ് സാറ് സമ്മതിച്ചില്ല. എന്തൊക്കെയാണോ ഇത്? എനിക്ക് ജോലി ചെയ്യാനേ എന്റേതായ രീതിയുണ്ട്. സാർ അതിനെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ടേ. ഇങ്ങനെ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കാശ് പിടിച്ചു പറിച്ചു വാങ്ങുന്നതുകൊണ്ടാ പോലീസുകാരെ കണ്ട ജനങ്ങൾക്ക് പേടി തോന്നുന്നത്.